ഒരു 2 ആഴ്ച മുന്നേ കേട്ടോ ഈ ഒരു അഭിമുഖം ഉണ്ടല്ലോ എഡിറ്റോറിയൽ ചാനലില് ഡോക്ടർ റോയ് CJ കുറിച്ചിട്ടുള്ള അഭിമുഖം എന്റെ ശ്രദ്ധയപ്പെട്ടിരുന്നത്. ഞാനിത് ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് വീക്ഷിച്ചിട്ടുണ്ടേനി. ഒന്ന് കേട്ടോക്കി നിങ്ങള്. ഈ മരട് ഡെമോളിഷൻ കേട്ടിട്ടുണ്ടല്ലോ, മരടിലത്തെ ഏറ്റവും വലിയ പ്രോജക്ട് ഇന്ത്യ ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആയ ഒരു മൊമെന്റ് കൂടിയാണ്. ദുബായിൽ തന്നെ ലോഞ്ചിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 75 ഫ്ലാറ്റ് സെയിലായി. പഞ്ചായത്തിന് അപ്രൂവലും കിട്ടി, പണിയും തുടങ്ങി. പൈലിങ് ആരും വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ ഓർമ്മയില്ല പേര്, ഒരു കാലിക്കറ്റിൽ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ CRZ അപ്രൂവൽ എടുത്തോ ഫസ്റ്റ്? അപ്പൊ ഞാൻ ചോദിച്ചു CRZ എന്താണ്? അത് കോസ്റ്റൽ റെഗുലേറ്ററി സോണിംഗ് ആണ്. എന്റെ കൂടുതൽ സുഹൃത്തുമാർക്ക് പറഞ്ഞേ അതൊന്നും കാര്യമില്ല, എന്തോ ഒരു CRZ നമുക്ക് പണിയാം. എന്റെ തലയിൽ പുഴി കയറി, നാളെ പണി കിട്ടിയേക്കാം. സ്റ്റഡി നടത്തിയപ്പോൾ ഇത് ഭയങ്കര വലിയൊരു സപ്പാണ്, ഈ CRZ പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്റെ ടീമിനോട് വിളിച്ച് പറഞ്ഞു, നമുക്കിത് ക്വാളിഫൈ ചെയ്യാം, ഇത് വേണ്ട, ഈ പരിപാടി വേണ്ട. എല്ലാവരും അപ്സെറ്റ്. എന്താ സാർ ഇങ്ങനെ പറയണേ, ഇത് നല്ല സെയിലായതല്ലേ, ഹൈ വാല്യൂല് സെയിലായതാണ്. ഞാൻ പറഞ്ഞില്ല, വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ 10 കൊല്ലം നിങ്ങൾ മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഇന്ന് എന്റെ ബിൽഡിംഗ് അവിടെ ഉണ്ടെങ്കിൽ എന്റെ ബിൽഡിംഗ് ആ ഡെമോളിഷൻ ഉണ്ടായിരിക്കല്ലോ. സത്യം. അപ്പൊ എന്റെ ബ്രാൻഡ് എന്തായിരിക്കും? അപ്പൊ ആൾക്കാർ പറയുന്നതാണ്, കോൺഫിഡന്റ് ആണ്, ഇതാണ്. ആ പേര് മൊത്തം ഉണ്ടാക്കിയ പേര് മൊത്തം അതിലൊന്നിൽ പോയാ. അപ്പൊ ഒരു 6th സെൻസ് വെച്ചിട്ട് ഞാൻ ക്വാളിഫൈ ചെയ്ത. ഇത്രക്കും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ മനുഷ്യന് ഇന്നലെ വാർത്തയ്ക്കാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലോ. ഉള്ള പറഞ്ഞെന്താ? ഇതേപോലെ തന്നെ ഇതിന് മുന്നേ ഒരു മുതലാളി ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായി. 2019 EDയുടെ നിരന്തര ശല്യം മൂലം തന്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കഫേ കോഫി ഉടമ VG സിദ്ധാർത്ഥ് നേത്രാവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്താകുമ്പോ നിങ്ങളൊന്നും മറന്നുപോയിട്ടുണ്ടാവില്ല. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാവും, ഇവരൊക്കെ ഈ കള്ളത്തരത്തിലൂടെയുള്ള ഇത്തരം ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ ആളുകൾ പരിശോധനയ്ക്ക് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളേ. അതൊന്നുമല്ല കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ കയ്യിൽ, ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ കയ്യിൽ 50,000 രൂപ ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ രേഖകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ EDക്ക് അധികാരമുണ്ട്. അതാണ് എൻഫോഴ്സ്മെന്റ് നിയമം. അങ്ങനെ സാധാരണക്കാരനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നിയമം ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പഴുത്ത കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ദിവസങ്ങളിൽ ചെയ്യുന്ന ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ഇത്തരം സംരംഭകരൊക്കെ ഇല്ലാതാക്കുമ്പോൾ സ്വയം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന രാജ്യത്തിന് അഭിമാനമാകേണ്ട ഇവരൊക്കെ ഇല്ലാതാക്കുമുണ്ടല്ലോ, ഇവരും ഇവരുടെ ബിസിനസ് സാമ്രാജ്യം മാത്രമല്ല തകർന്നു പോകുന്നത്, ഒരുപാട് പാവങ്ങളാണ് പട്ടിണിയാവുന്നത്. ഈ ഡോക്ടർ റോയ് CJ പോലത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളെ കൈയൊഴിഞ്ഞ് സഹായിച്ച ആളുകളാണ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണുന്നുണ്ട്. അറിഞ്ഞും അറിയാതൊക്കെ ഒരുപാട് കുടുംബങ്ങള് ഇവരെ പ്രതീക്ഷിച്ചിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ വിയോഗം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ കടന്നു പോകുന്നത് ഒരു സർവാധിപത്യ കാലത്തിലൂടെയാണ് കേട്ടോ, അതിനൊരു സംശയമില്ല. ഏതായാലും വരും നാളുകളിൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ ഒരുപാട് മോട്ടിവേഷൻ തന്ന ഡോക്ടർ റോയ് CJക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.